أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. മഹാന്മാരായ സയ്യിദന്മാരെ, ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ, ബഹുമാനികളായ അഡ്വക്കേറ്റ് ഉമർ സാഹിബ്, ബഹുമാനപ്പെട്ട CP സൈദലവി സാഹിബ്, ബഹുമാനപ്പെട്ട നവാസ് പുനൂർ, ബഹുമാനപ്പെട്ട CVM വാണിമേൽ, മറ്റു മഹാന്മാരായ വിശിഷ്ട വ്യക്തികളെ, നേതാക്കളെ, ബഹുമാനമുള്ള മോമിനിങ്ങളെ, മോമിനാറ്റുകൾ, അല്ലാഹു തആല നാം എല്ലാം ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു അവൻ്റെ മുഖറബീങ്ങളിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു രണ്ടാമത്തെ 10 തീരുന്ന ഈ ഒരു സന്ദർഭത്തിൽ മഗ്ഫിറത്ത് അല്ലാഹു നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. മഗ്ഫിറത്ത് അല്ലാഹു നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു മൂന്നാമത്തെ 10 അഴ്തഖും മിനന്നാർ പൂർണ്ണമായി നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മുടെ നോമ്പിനൊക്കെ പറ്റിപ്പോയ ഖുസൂറുകൾ, വീഴ്ചകൾ, അതെല്ലാം റബ്ബ് അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് പരിഹരിക്കട്ടെ. കുറ്റമുള്ളവരായ നമ്മുടെ എല്ലാ കുറ്റപ്പെട്ട കർമ്മങ്ങളെയും കുറ്റമില്ലാത്തവനായ അല്ലാഹു അവൻ്റെ റഹ്മത്ത് ഗുഫ്റാൻ കൊണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല വിജയം നൽകട്ടെ. എന്തോ അശാന്തമായ സാഹചര്യങ്ങൾ തലസ്ഥാന നഗരിയിൽ നിന്ന് കേൾക്കുന്നു. അല്ലാഹു തആല ആ വിഷമങ്ങളൊക്കെ പരിഹരിച്ചു തരട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിൻ്റെ വിഷമങ്ങളെ പരിഹരിച്ചു തരട്ടെ. ആരെങ്കിലും രാജ്യത്തിൻ്റെ ഐക്യത്തിനും യശസ്സിനും സമാധാനത്തിനും ശാന്തിക്കും എതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ തീവ്രവാദങ്ങളിൽ നിന്നും മാറി സമാധാനത്തിൻ്റെ പ്രതീകമായ ഈ മതത്തിൻ്റെ ആളുകളായി, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി അല്ലാഹു എല്ലാവർക്കും നല്ല മനസ്സ് നൽകട്ടെ. എന്നാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിൻ്റെ മുനകൾ സമുദായത്തിൻ്റെ നേർക്ക് മാത്രം തിരിച്ചു വെക്കുകയും ചെയ്യുക എന്ന ദുഷ്ടലാക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ ജനനേതാക്കളിലോ നിയമപാലകരിലോ ഉണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത്തരം ആളുകൾ ഉണ്ടാക്കിവിടുന്ന ഈ തെറ്റായ സമുദായത്തിനെതിരെയുള്ള ഈ തെറ്റായ നീക്കങ്ങളിൽ നിന്ന് സമുദായത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല എല്ലാവിധ അഅദായിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. രാമനാട്ടുകര അബുഹാജിയുടെ ഭാര്യ മാതാവ് മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു അവർക്ക് മർഹമത്ത് നൽകട്ടെ. അല്ലാഹുവിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ തുറന്ന് അല്ലാഹു അവരെ സ്വീകരിക്കട്ടെ. ഇവിടെ കുറേ ആളുകളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതായി പറഞ്ഞു. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കട്ടെ. മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജയിലിലുള്ളവർക്ക് അല്ലാഹു പുറത്തിറങ്ങി നല്ല നടപ്പിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല പോലീസുകാരന്വേഷിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മറ്റും എല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണ്ണ ശിഫാഹ് നൽകട്ടെ. വിഷമങ്ങൾ അല്ലാഹു എല്ലാവർക്കും തീർക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകട്ടെ. അല്ലാഹു ബുദ്ധിമുട്ട് എല്ലാവരുടേതും തീർക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയം
അസൂയ അഗ്നിയാണ്, പ്രതിവിധി എന്ത് എന്നാണ്. കുറെ കാലമായി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു വിഷയമാണ്. കാരണം ഒന്നുമില്ലെങ്കിലും ത്തിന്റെ കയ്യിൽ തൂക്കി വിൽക്കാൻ മാത്രമുള്ള ഒരു സാധനം ഇന്ന് അസൂയയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൻ്റെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ഹോൾസെയിലായി വേറുള്ളവർക്ക് കൂടി കൊടുക്കാൻ മാത്രം ഇന്ന് അത് കുടിൽ മുതൽ കൊട്ടാരം വരെ അതിൻ്റെ കരാള താണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ 1-ാം കൊല്ലം തന്നെ ഇത് പറയണമെന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അതിങ്ങനെ നീങ്ങി പോന്ന് ഈ കൊല്ലമാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അതിന്റെ മുന്നിലൊന്ന് ഇരിക്കാൻ കഴിഞ്ഞത്. അതൊരു വാക്കുകൊണ്ട് തീരുന്ന സംഗതിയുമല്ല, ഒരു പ്രഭാഷണം കൊണ്ടത് തീരുകയും ഇല്ല. അതുകൊണ്ട് മാത്രമല്ല, തീരുക എന്ന് മാത്രമല്ല, ഞാൻ അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ ഒരു ഗൗരവമായി ഹബീബ റസൂലുള്ള പറയുന്നുണ്ട്, സലാസത്തുൻ ലാ യഖ്ലു അൻഹാ അബ്ദുൻ മുഅ്മിനുൻ എന്ന്. മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒരാളും ഒഴിവാവുകയില്ല. 3 രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇല്ലാ മൻ അസമഹുല്ലാഹ്, അല്ലാഹു തആല പ്രത്യേകമായ ഇസ്മത്ത് നൽകിയ അമ്പിയാക്കൾ പോലെയുള്ള ആളുകളെ മാത്രമാണ് മാറ്റിയാൽ ബാക്കി ഏതൊരാൾക്കും 3 രോഗമുണ്ടാകും. ഇല്ലാ മൻ അസമഹുല്ലാഹ് എന്നാ മുസ്തഫ നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, അതിനെ ആദ്യം ഒന്ന് പഠിക്കാൻ, നമ്മളൊന്ന് മനസ്സിലാക്കാൻ. നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഈ പറഞ്ഞതുകൊണ്ട് തീരുകയില്ല, പറയുന്നവനും അതിൽ നിന്ന് ഒഴിവാവുകയുമില്ല. ഇങ്ങനെയുള്ള ഒരു വിശാലമായി നീണ്ടു കിടക്കുന്ന ഒരു സംഗതിയാണ് അസൂയ എന്ന് പറയുന്നത്. തുടക്കത്തിൽ ആ ഹദീസ് ഒന്നും കൂടി പറയാം, തീർന്നിട്ടില്ല. മുസ്തഫ നബി പറഞ്ഞു, സലാസത്തുൻ, 3 കാര്യങ്ങളുണ്ട്, ലാ യഖ്ലു അൻഹാ അബ്ദുൻ മുഅ്മിനുൻ, ഏതൊരു സത്യവിശ്വാസിയും പോലും ആ 3 കാര്യങ്ങളിൽ നിന്ന് ഒഴിവാവുകയില്ല. ഇല്ലാ മൻ അസമഹുല്ലാഹ്, ആർക്കല്ലാഹു തആല പ്രത്യേകമായ ഇസ്മത്ത് നൽകി രക്ഷപ്പെടുത്തി പ്രത്യേകമായ കാവൽ അവരുടെ ആത്മാവിന് അള്ളാഹു നൽകി, അവരല്ലാത്ത എല്ലാ ആളുകൾക്കും ഈ 3 രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ 3 രോഗങ്ങൾ? 1 അൽ ഹസദു, അസൂയ. അസൂയയുടെ ആ ഒരു അടിസ്ഥാന ഗുണമില്ലാത്ത ഒരടിസ്ഥാനത്തെ ദുർഗുണമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ഇല്ലാമൻ അസമഹുല്ലാ എന്ന് പറഞ്ഞാൽ ഇസ്മത്തിന് പാത്രീഭൂതരായ ആളുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നൊക്കെ പറയാം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ അഥവാ ഒറിജിനൽ ഔലിയാക്കൾ, അല്ലാതെ പച്ച പുലച്ച് നടക്കുന്നവർ മുഴുവനും കൂടെ ഔലിയാക്കളൊന്നും ആവില്ല. അപ്പോ ഇല്ലാമൻ അസമഹുല്ല, പച്ച പുലക്കലും പുതക്കാതിരിക്കലും കുപ്പായമിടലും ഇടാതിരിക്കലും വലിയന്റെ മാനദണ്ഡവുമല്ല. വലിയ എന്നാൽ വാസിഉ സദ്റുള്ള ആവണം, അപ്പോഴേ വലിയാവും. വലിയനതുണ്ടാവുകയും ഇല്ല. ആർക്കില്ലാത്തതുപോലെ നബിക്കില്ലാത്തതുപോലെ വലിയനുണ്ടാവും, അപ്പോഴേ വലിയാകൂ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക്. ഇതാണ് അസൂയല്ലാത്ത അവസ്ഥ. മനസ്സിലായില്ലേ? പിന്നെയാണ് ഉള്ളിലുള്ള മാലിന്യം എടുത്തു നീക്കിന. പിന്നെ മനസ്സിലായില്ലേ? അതിന്റെ ആ ക്രമവൃദ്ധമായ ശൈലി നോക്ക്. അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ നെഞ്ച് നാം വിശാലമാക്കി തന്നില്ലയോ? വാസിഉ സദ്റാകുമ്പോ, വാസിഉ സദ്ർ വിശാലമായ നെഞ്ചുണ്ടാകുമ്പോൾ അസൂയ ഉണ്ടാവില്ല. അതാണ് മുഹമ്മദ് നബിയുടെ മാനദണ്ഡം, വിജയത്തിന്റെ മാനദണ്ഡം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെഞ്ച് വിശാലമായി, അതാണ് ഇസ്ലാമിന്റെ പൂർണ്ണതയും. നോക്കൂ, ഇനി ഒരു ആയത്ത് നമുക്കും നെഞ്ച് വിശാലമാക്കി തരും. നെഞ്ച് വിശാലമാകാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത് സയ്യിദുനാ മൂസ. ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു എൻ്റെ നെഞ്ച് വിശാലമാക്കി തരണമേ എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ. അതാ വിജയവും. ബിശ്റഹ് ലി സദ്രി. ഫറോവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് പേടിയാണ്. അവരെന്നെ കളവാക്കുമ്പോഴത്തിന് ഞാൻ അവരുടെ മാരോട് ദേഷ്യം പിടിക്കും, എന്റെ ഹൃദയം അങ്ങോട്ട് കുടിസാവും, എനിക്ക് പേടിയാണ്.
അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലീ സദ്രി അല്ലേ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഫറോവയുടെ അടുത്തേക്ക് ഞാൻ പോകാം, പക്ഷെ എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ അവൻ ഞാൻ പറയുമ്പോഴത്തേന് അവർ എതിര് പറയുമ്പോഴത്തേന് എന്റെ മനസ്സിങ്ങോട്ട് കുടുസാകും, എന്റെ ഹൃദയം. പിന്നെ എന്താ നടക്കാൻ എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറത്തു ത്വാഹ മൂസ നബിയുടെ ഈ പ്രാർത്ഥന പഴയ കാലത്തൊക്കെ നമ്മുടെ ഉസ്താദുമാർ വാഴ് തുടങ്ങുമ്പോൾ ഇത് ചൊല്ലിയിരുന്നു. ഇതിന്റെ ഉപജ്ഞാതാക്കൾ അവരല്ല. ഈ പ്രാർത്ഥന ലോകത്താദ്യമായി പറഞ്ഞത് സയ്യിദുനാ മൂസ. വിശാലമായ നെഞ്ച്, അതാണത്. അതന്നെ റബ്ബിന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. 950 കൊല്ലമാണ് ഒരാൾ സത്യത്തിലേക്ക് തന്റെ ജനതയെ ക്ഷണിച്ചത്. എന്നിട്ടും ആ ജനതയിൽ അങ്കുലി പരിമിതമായ ആളുകളല്ലാതെ വന്നില്ല. അപ്പോഴും ആ മനുഷ്യൻ വാസിഉ സദ്റായിരുന്നു. സയ്യിദുനാ നൂഹ്. ഈ വാസിഉ സദ്റായതുകൊണ്ടാണ് സയ്യിദുനാ ഇബ്രാഹിം മകനെയും ഭാര്യയെയും കഅബാലയത്തിന് മുന്നിൽ ഉപേക്ഷിക്കാൻ കഴിഞ്ഞത്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة എന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. ചിന്തിക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇസ്ലാമിയത്തും നിസ്കാരത്താകുമ്പല്ല. നിസ്കാരത്താകുമ്പോ ഈ ചണപ്പുല്ലിന്റെ പായയിൽ 3 ദിവസം നിസ്കരിച്ചാലുണ്ടാവും. ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സൈസ് ഉണക്കപ്പുല്ലിന്റെ പായ ഉണ്ട്. പുതുപുത്ത പായ വാളിന്റെ മൂർച്ച. ആദ്യത്തെ ദിവസം തന്നെ തോല് പോവും. നിസ്കാരത്താകുമ്പോ തന്നെ ഒരുതരം പ്രൊഫഷണലിസം ആവണോ ഇന്ന് തോന്നിപ്പോവാണ്. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ വളരെ അപൂർവം ആളുകൾക്ക് നിസ്കാരത്താകുമ്പോ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിസ്കാരത്താകുമ്പോ ഇല്ലാത്ത ആളുകളെ കാണാൻ ബുദ്ധിമുട്ടും വളരെ. എന്നാൽ ഈമാന്റെ നിലവാരോ വളരെ താഴേക്ക് പോയി. എവിടെയാണാവോ ആ പിഴവ് അത് മനസ്സിലാവുന്നില്ല. ഹൃദയം എല്ലാവരുടേതും കൊണ്ട് ചുരുങ്ങി, പണിയൊക്കെ എല്ലാവരുടേതും കൂടി. എന്തുകൊണ്ട്? പണി തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്കിറങ്ങില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞു. അന്ത്യനാളിൽ കുറെ ആളുകൾ വരും. ആ ഹദീസ് എന്നെ അത്ഭുതപ്പെടുത്തിയതിന് കണക്കില്ല. അവസാന കാലഘട്ടത്തിൽ കുറെ ആള് വരും. നിങ്ങൾ പോലും നിങ്ങളെ നമസ്കാരം, അവരെ നമസ്കാരം കണ്ടാൽ ചെറുതായി തോന്നിപ്പോകും. ആരോടാ ഇത് പറയുന്നതെന്ന് അറിയോ? പുണ്യനബി. നിങ്ങളുടെ നമസ്കാരം അവർ നമസ്കരിക്കുന്നത് കണ്ടാൽ എന്റെ നമസ്കാരം ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. നബി ആരോടത് പറയുന്നത്? സ്വഹാബ് മുഹമ്മദിൻ. അഥവാ സ്വഹാബികളെ പോലും ആരാധനയിൽ ചെറുതാക്കുന്ന തരം ആരാധിക്കുന്നവർ അന്ത്യനാളിൽ വരും. പങ്കെടുക്കുമ്പോഴത്തിനും ഓടും പള്ളിയിലേക്ക്. ഒരു ചുക്കിനും അവനെ പറ്റൂല, ഒന്നിനും പറ്റൂല. എല്ലാ ഫിത്നയും അവന്റെ മൂത്താവുന്നതായിരിക്കും. എല്ലാ ഫിത്നയും അവന്റെ മൂത്താവുന്നതായിരിക്കും. 10 പൈസ കൊടുക്കില്ല. ഒരു ഉപകാരത്തിനൊരു 10 പൈസ കൊടുക്കില്ല. ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് തരാം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരായത്ത്. നിസ്കാര ആളുകൾ നിർത്തിയോന്ന് എനിക്ക് തോന്നിയ ഒരായത്ത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ. സൂറത്തുൽ മആരിജ്. വല്ലാത്ത ഒരായത്താണ്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു നോക്കി. സൂറത്തുൽ മആരിജ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين. മആരിജിലുണ്ടായത്. മആരിജ് ചെറിയ സൂറത്താണ്. 29-ാമത്തെ ജുസ്.
മനുഷ്യരെ ഒരു തരം വെപ്രാളിയായി പടക്കപ്പെട്ടിരിക്കുന്നു. ഒരു തരം വെപ്രാളാണ് മനുഷ്യൻ. ഇനി ആ വെപ്രാളം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്താണ് വെപ്രാളം? ഏത് ആപത്ത് വന്നാലും അവൻ അക്ഷമനാകും. ഒരു ആപത്തിനെ നേരിടാനുള്ള കരുത്തവന് ഇല്ല. കാരണം ഹൃദയം വളരെ ചുരുക്ക. മുഅ്മിനാരാ وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون أُولَٰئِكَ عَلَيْهِمْ صَلَوَاتٌ مِّن رَّبِّهِمْ وَرَحْمَةٌ വൗലായിക ഹുമുൽ മുഹ്തദൂൻ. ഏതാപത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ തന്നെ അല്ലാഹുവിൻ്റെതല്ലേ. നഷ്ടം പറ്റി എന്ന് പറഞ്ഞു. അയൽവാസിക്ക് ലാഭവുമായി നമുക്ക് നഷ്ടവുമായി. അവനവിടെ അസൂയ വെക്കല്ല ചെയ്യാം. ഇന്നാ ലില്ലാഹി, നഷ്ടം വരാലോ, എനിക്ക് ലാഭം തരാനും അള്ളാഹു എന്നെ തന്നെ യോഗ്യൻ, എനിക്ക് നഷ്ടം തരാനും അള്ളാഹു തന്നെ യോഗ്യൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ സമ്പൂർണനാകുമ്പോൾ അവൻ സുബഹിക്ക് ഖുനൂത്ത് ഓടും. എന്താണ് ഖുനൂത്തിൽ പറയുന്നത്? ഒരു സുബഹിക്ക് ഖുനൂത്ത് ഓതാൻ കഴിയാതിരിക്കുക എന്നുള്ളത് ഒരു നിർഭാഗ്യമാണെന്നാണ്. അതിനൊന്നും തർക്കിക്കരുതെന്ന് എൻ്റെ പക്ഷം. അതിലൊക്കെ നമ്മളോട് അവരെ അസൂയ വെക്കട്ടെ എന്ന, ഞാൻ അതിലൊന്നും തർക്കിക്കാനില്ല. എന്തിന്? നമുക്ക് നിഅമത്ത് കൂടുതൽ കിട്ടുമ്പോൾ നിഅമത്ത് കിട്ടാത്തവരോട് എന്തിന് നമ്മൾ തർക്കിക്കുന്നു? സത്യത്തിൽ വല്ലാത്തൊരു ദിക്റാണത്. അത് രാവിലെ ചെല്ലാൻ കഴിയാന്ന് പറഞ്ഞാൽ എന്തൊരു ദിക്റാണത്. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകിയവരോടുകൂടെ എനിക്കും ഹിദായത്ത് നൽകണമേ. എല്ലാവർക്കും നീ ആരോഗ്യവും നീ മഹത്തായ ആരോഗ്യവും നീ രോഗമില്ലാത്ത അവസ്ഥയും നൽകിയതുപോലെ എനിക്കും നൽകണമേ. എല്ലാവരെയും ഏറ്റെടുത്ത കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കണമേ. നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. പിന്നെ പറയാ, നീ വിധിച്ചോ, നിന്റെ മേൽ ആരും അങ്ങോട്ട് വിധിക്കില്ല. നീ ഒരാളെ ഏറ്റെടുത്താൽ അയാൾ നിന്ദനാവുകയില്ല. നീ ഒരാളോട് ശത്രുത വെച്ചാൽ അയാൾ യോഗ്യനാവുകയുമില്ല. പിന്നെ എങ്ങനെയാണ്? തബാറക്ത റബ്ബന വതആലൈത് ഫലകൽ ഹംദു അലാ മാ ഖളൈത്. നോക്ക് നിങ്ങൾ, തബാറക്ത റബ്ബന വതആലൈത്, അല്ലാഹുവേ നീയാണ് അനുഗ്രഹമുള്ളവൻ, നീയാണ് മേലെയായവൻ. ഫലകൽ ഹംദു അലാ മാ ഖളൈത്, നീ എന്ത് വിധിച്ചാലും സർവസ്തുതിയും നിനക്ക് തന്നെ. നീ എനിക്ക് ലാഭം വിധിച്ചാലും നീ സ്തുതിയുള്ളവനാ, നീ എനിക്ക് നഷ്ടം വിധിച്ചാലും നീ സ്തുതിയുള്ളവനാ. സത്യത്തിൽ നിനക്ക് എനിക്ക് എന്തും വിധിക്കാം, ഞാൻ തന്നെ നിന്റേതല്ലേ. ഇത് നിങ്ങളെ പാട്ടല്ല, നിങ്ങളെ പാട്ടുണ്ടല്ല അല്ലേ, നിങ്ങളെ പാട്ടല്ല ഇത്, ഞാൻ തന്നെ നിന്റേതാ. അവസാനം പറഞ്ഞു, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. വല്ലാത്ത ഒരു ദിക്റാ ഇത്. പറയുന്ന ഒരു മനുഷ്യനെ പിന്നെ അസൂയയുടെ ചാൻസ് ആലോചിച്ചാലില്ല. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. രാവിലെ എണീറ്റാൽ എന്താ ചൊല്ലുക? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ. ഇത് ചൊല്ലിയിട്ട് ഇന്ന് എണീറ്റവര് ഒന്ന് കൈ പൊക്കി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്നാലും കുറെ ആളുകൾക്ക് കൈ പൊക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അവരെ ആദരിക്കണം, കാരണം അവര് സത്യക്കാരാണല്ലോ, കൈ പൊക്കാതിരുന്നല്ലോ. അല്ല, അതും ഒരു മാന്യത തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ആ ദിക്ർ ചെല്ലിയാൽ പിന്നെ ഒരു ദിക്ർ ചെല്ലണം, അറിയോ? അതിന്റെ മുമ്പ്
രാവിലെ എണീറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന, അത് കഴിഞ്ഞാൽ പിന്നെ ദിക്റുണ്ട്. അതാണ് ദിക്ർ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്രു. പള്ളിയിലേക്കുള്ള നടത്തത്തിൽ ഹബീബായ നബി ചൊല്ലുമായിരുന്നു. വുളൂ ചെയ്ത് പള്ളിയിലേക്ക് നടക്കുമ്പോൾ അത് ചെല്ലുക. ഈ ദിക്ർ പഠിച്ച അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, റബ്ബേ നാളെ നേരെ വെളുത്തെങ്കിൽ ഇതൊന്ന് ചെല്ലാലോ. കാരണം അത്രയും പ്രൗഢമാണ് അതിന്റെ ആശയം. പിന്നെ എങ്ങനെ അസൂയ ഉണ്ടാവുക? അർത്ഥം കേട്ടോ, അർത്ഥം കേട്ടോ. അല്ലാഹുവേ, ഈ പ്രഭാതത്തിൽ നീ എന്നിൽ നിക്ഷേപിച്ച എല്ലാ അനുഗ്രഹങ്ങളും, ഈ സൃഷ്ടിജാലങ്ങളിൽ ഏതൊന്നിൽ നീ നിക്ഷേപിച്ച ഏതനുഗ്രഹവും എന്റെ അയൽവാസിക്ക്, എന്റെ ബന്ധുവിന്, എന്റെ മിത്രത്തിന്, എന്റെ ശത്രുവിന്, ആർക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങളും ഒന്നും അവരുടേതല്ല. ഫമിൻക വഹദക, എല്ലാം നിന്നിൽ നിന്നാണ്. ലാ ശരീക ലക, ഇതാരും കൊടുത്തതല്ല, നീ മാത്രമാണ്. അതുകൊണ്ട് ഫലക്കൽ ഹംദു, എന്റെ അയൽവാസിക്ക് നീ അനുഗ്രഹം കൊടുത്തതിന്റെ പേരിൽ സർവസ്തുതിയും നിനക്കു തന്നെ. വലക്കൽ ശുക്രു, അതിന്റെ പേരിൽ നന്ദി നിന്നോട് തന്നെ. വല്ലാത്ത വാക്ക. പിന്നെ എങ്ങനെ അസൂയ ഉണ്ടാവുക? അതായത് ഈ പ്രപഞ്ചത്തിൽ ഏത് സൃഷ്ടിക്കും അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ അതിരാവിലെ എണീറ്റാൽ ഒരാൾ അള്ളാഹുവോട് നന്ദി പറയണം. അവന് കിട്ടിയതിന്റെ പേരിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ആർക്കും, അതിൽ ആരെല്ലാം ഉണ്ട്. നിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏതൊരാൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം, അപ്പോൾ അതിൽ തന്റെ മിത്രം മാത്രമല്ല, ആരുമുണ്ട്, ശത്രുണ്ട്. ഇത് മുസ്ലിമിനെ പറയാൻ കഴിയൂ. കാഫിറിനെ ഞാൻ പറഞ്ഞു തരട്ടെ, കാഫിറിനെ പറഞ്ഞു തരട്ടെ. കാഫിറിൽ പ്രമുഖനായിരുന്നു വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. അവനങ്ങോട്ട് പറഞ്ഞു ഖുർആൻ, വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം തുല്ലിൻ ബഅദ ദാലിക സനീം. ഇങ്ങോട്ട് നോക്കൂ, വല്ലാത്തായതാ. ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم. ولا تطع, നിങ്ങൾ ആരും വഴിപ്പെട്ടു പോകരുത്. കുല്ല ഹല്ലാഫിൻ, എപ്പോഴും സത്യം ചെയ്ത് നടക്കുന്ന ഒരാൾക്ക്. വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. എന്ത് പറഞ്ഞാലും ലാത്തയെ തന്നെ സത്യം, ഉസ്സയെ തന്നെ സത്യം എന്ന് പറയുന്ന ആളായിരുന്നു. ആര്? കാരണം അവൻ പറയുന്നതിൽ പോലും അവന് വിശ്വാസം അവന് പോലും ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ട്, സത്യം ചെയ്തിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട് ഇമാമുന ശാഫിഈ. എന്തുകൊണ്ട്? താൻ പറയുന്നതിൽ തനിക്ക് ബോധ്യമുണ്ട്. സത്യം ധരിപ്പിക്കുന്ന ആളുകൾക്ക് സ്വന്തം സത്യത്തിൽ അവർക്ക് വിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് അവർ സത്യത്തെ പെരുപ്പിക്കുക. അല്ലാഹുമ്മ കാത്തുരക്ഷിക്കട്ടെ. മഹീൻ, നീചൻ. ഹമ്മാസിൻ, മനുഷ്യരെ മുഖത്ത് നോക്കി കുത്തിപ്പറയാൻ മടിയില്ലാത്തവൻ. ലഅനത്തുല്ലാഹി അലൈഹി. മശായിൻ ബിനമീം, നമീമത്ത് ഇങ്ങനെ പരത്തി നടക്കുന്നവൻ. മന്നാഇൽ ലിൽ ഖൈർ, മാനിഉൽ ലിൽ ഖൈർ എന്നല്ല, മന്നാഉൽ ലിൽ ഖൈറാൻ. ഇതാണ് ഹാസിദ്. മാനിഉൽ ലിൽ ഖൈർ എന്നാൽ ഗുണത്തെ തടയുന്നവൻ, അഥവാ തന്റെ ശത്രുവിന് വരുന്ന ഗുണത്തെ തടയുന്നവൻ. മന്നാഇ എന്നാൽ ഏത് ഗുണത്തെയും തടയുന്നവൻ. ആർക്കുള്ളതും തന്റെ ശത്രുവിന് വരുന്ന ഗുണവും തടയും. ഇതാണ് ഹാസിദ്. തന്റെ ശത്രുവിന് വരുന്ന ഗുണവും തടയും, തന്റെ മിത്രത്തിന് വരുന്ന ഗുണവും തടയും. വളരെ ചിന്തിക്കണം. എനിക്ക് തോന്നുക ഇന്നിപ്പോൾ ഒരു പക്ഷേ അങ്ങനെയായോ. ഇന്ന് ഒരു നിലക്ക് മനുഷ്യന്റെ കൂടിച്ചേരലുകളുടെ ഉള്ളിലാണ് ശത്രുതയുള്ളത്. ഇന്ന് ശത്രുവിനേക്കാൾ മനുഷ്യൻ ശത്രുവായി കാണുന്നത് മിത്രത്തെയാണ്. ഒരു സംഘടന, ആ സംഘടനയിലുള്ള എതിർ പാർട്ടിയിലുള്ള ആളുകളെക്കാൾ ശത്രുവായി അയാൾക്ക് തോന്നുന്നത് അയാളുടെ റേഞ്ചിലുള്ള ആ സംഘടനയുള്ള ആളുകളെയാണ്. വളരെ ചിന്തിക്കണം. എല്ലാവരും ഉണ്ട്, വയസ്സന്മാരടക്കം ഇരുന്ന് തലയാട്ടുന്നുണ്ട്.
അപ്പൊ എനിക്ക് പേച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ചിന്തിക്കേ. അപ്പോൾ മന്നാഇൽ ഖൈർ വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം. മന്നാഇൽ ഖൈരി, ശത്രുവിന് വരുന്ന ഗുണവും മിത്രത്തിന് വരുന്ന ഗുണവും തടയുന്നവൻ. മുഅ്തരിൻ, എല്ലാരോടും ശത്രുത വെച്ച് നടക്കുന്നവൻ. അസീം, കുറ്റവാളി. തുല്യൻ, ഗുണ്ട. പ്രൊഫഷണൽ ഗുണ്ടായ ആൾക്കാണ് തുല്യ എന്ന് പറയാം. ആരെ കയ്യൊന്നും തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് കയ്യും കാട്ടി നടക്കുന്നവൻ തുല്യ, ഗുണ്ട. ഇതെല്ലാമായിരുന്നു മക്കയിൽ ആര്? വലീദ്. ഇതിന് കാരണമുണ്ട്. സനീം പിന്നെ ഉമ്മാക്ക് പേശലാണ്. ഖുർആൻ ഇങ്ങനെ മാത്രമേ ഒരാളെ മാത്രമേ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മനാഇൽ ലിൽ ഖൈരി മുഅ്തരിൻ അസീം ഉതുല്ലിൻ. 8 ഗുണം പറഞ്ഞു. 9ാമത്തെ ഗുണം പറഞ്ഞെടുത്ത് ബഅദാലിക എന്ന് പറഞ്ഞു. അതിനെല്ലാം പുറമെ സനീം, അവൻ ജാരസന്താനമാണ്. ബഅദാലികാന്ന് ഇടയെ കയറ്റിയത് സനീം അവന്റെ കുറ്റമല്ല, അവന്റെ ഉമ്മാന്റെ കുറ്റമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ബഅദാലിക്, അതിനെല്ലാം പുറമെ സനീം അവൻ ജാരസന്താനമാണ്. അപ്പോൾ ജാരസന്താനത്തിനോടാണ് ഇത്തരം ആളുകളിൽ ശത്രുത പുലർത്തിയ ആളുകളെ അള്ളാഹു ഉപമിച്ചത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യന്മാരെ മനസ്സൊന്ന് അങ്ങോട്ട് വലുതാക്കുക, ഇവിടെ അങ്ങോട്ട് വിശാലാക്കുക. ഇതാ ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് ഓടിയിട്ട് വിഷയത്തിലേക്ക് കയറി വരാം. ഒരായത്തും കൂടി ഓടി തരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ മഹത്വം നെറ്റിയിലുള്ള വിശാലതയല്ല, നെറ്റിയിലുള്ള ഈ അടയാളമൊന്നുമല്ല. പിന്നെന്താ? ഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരാൾക്ക് നെഞ്ചിന് വിശാലതയുണ്ടായാൽ, ഏതൊരാളെയും ഉൾക്കൊള്ളാൻ ഒരാൾ തയ്യാറായാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവന് റബ്ബിന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അവർക്ക് മുഖകാന്തിയും ഉണ്ടാകും. ഈ മുഖകാന്തിയുടെ കാരണം മനസ്സിന്റെ വെളിച്ചമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫമൻ ശറഹല്ലാഹു സുദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരാൾക്ക് നെഞ്ചിന് വിശാലതയുണ്ടായാൽ അല്ലാഹു തആലാന്റെ നൂറിൽ അവന് സഞ്ചരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലി സദ്രി വഖബറ വയസ്സിർ ലി അംരി വഹുലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. 3 കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിവാവുകയില്ല. 1 അസൂയ, 2 ലന്ന്. ലന്ന് എന്നാൽ ഒരു തരം വിചാരം, മോശപ്പെട്ട വിചാരം. അതൊരു സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ സഹജീവിയെ കുറിച്ച് ഒരു മോശപ്പെട്ട വിചാരം ഒരു സെക്കൻഡിൽ വരും. ചിലപ്പോൾ അതിന് ഉപോത്ബലകമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, പക്ഷെ അയാൾ നിരപരാധിയുമായിരിക്കും. ആൻ എക്സാമ്പിൾ, നമ്മളെ മോളെ ഒരാള് വന്ന് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മകളെ ഒരു പുതിയാപ്പള, ഒരു ഭാവി വരനാകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വന്നിട്ട് കണ്ടു. അങ്ങനെ ചടങ്ങുണ്ടല്ലോ, മനസ്സിലായില്ലേ? കണ്ട് ചായയൊക്കെ കുടിച്ച് പെണ്ണിനോട് വർത്തമാനം പറഞ്ഞ് പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലായി ഏകദേശമൊക്കെ റാഹത്തായിട്ടുണ്ട്. ദല്ലാലും നമ്മളോട് ചിരിച്ചു. ദല്ലാലും ഒന്ന് അങ്ങോട്ട് വാതിൽ പിന്നിലേക്ക് മാറുന്നത് കണ്ടു, പിന്നെ അങ്ങനെ ചിരിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഏകദേശം അങ്ങനെ പറയാ, വിവരം തരാന്ന് പറഞ്ഞ് ഈ ചിരി ദല്ലാലിക്ക് ഇത് ഏർപ്പാടാണ്. അവനൊക്കെ അറിയാൻ കഴിയില്ല, ചിരിയുമ്മലാണ് അവന്റെ ഏർപ്പാട് നടന്നു പോകുന്നത്. അങ്ങനെ വാതിൽ പിന്നിലേക്ക് മാറി അവനോട് എന്താ സംസാരിച്ച് നമ്മൾ ചിരിച്ച്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഏകദേശം ഈ കാര്യം നടക്ക്, ചായ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അവന്റെ ആ പോക്കും റാഹത്തും നമ്മളിങ്ങനെ നോക്കി നിന്ന് റോഡിലേക്ക് അവരിങ്ങനെ കയറുമ്പോഴാണ് നമ്മളെ അയൽവാസിന്റെ മോട്ടോർ സൈക്കിള് ഇങ്ങനെ വരുന്നത്. അപ്പൊ അവര് കൈ കാണിച്ചു, നിർത്തി. പിന്നെന്തോ അവര് സംസാരിക്കുന്നത് കണ്ടു. അപ്പോഴേ അയൽവാസി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടു.
ഇങ്ങനെ കാണിക്കുന്നവർക്ക് കണ്ടു. അതോടുകൂടെ നമ്മൾ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് അടുത്ത പുതിയാപ്പിളയെ വേറെ നോക്കാം, ഇതിന്റെ കാര്യം പോക്കാണ് എന്നും പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ വിവരം കിട്ടി ആ കല്യാണം നടക്കൂല. ഉടനെ നമ്മൾ ഭാര്യയോട് പറയാ, ഇപ്പൊ എങ്ങനുണ്ട് എന്നാണ്. ഇപ്പൊ എങ്ങനുണ്ട്, ഞാൻ എന്നോട് അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ലേ. സത്യത്തിൽ ഈ ഒരു കാറം മനസ്സിന്ന് പോവില്ല, എത്രയും പോവില്ല. ഇതിനെന്താ അടിസ്ഥാനം? ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇവരെങ്ങനെ ഇറങ്ങി വരുന്ന നേരത്ത് പിന്നെ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവൻ ചോദിച്ചതാണ്. ഇവര് വന്നപ്പോ അവര് ആ നാട്ടുകാരല്ല, വല്ലാതെ വഴി പെട്ടെന്ന് അറിയൂല. അപ്പൊ ചോദിച്ചതാണ്, പെട്ടെന്നൊന്ന് അങ്ങോട്ട് കുന്നമംഗലത്തേക്ക് പോകണം, എന്താ ചെയ്യാൻ? അപ്പൊ പറഞ്ഞു അവന്, അയൽവാസി പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പോവാ, കുറച്ച് ചുറ്റുവളവുണ്ടെങ്കിലും റോഡ് നല്ലതാണ്, തിരക്കടില്ല. ഇങ്ങനെ നല്ല റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ വഴി കുറച്ച് കിലോമീറ്റർ കമ്മിയുണ്ട്, ഇങ്ങനെയൊക്കെ പോകാവുന്നതാണ്. ഏതായാലും ഈ വഴിക്ക് പോകണ്ട, ഇവിടെ ഈ റോഡ് അടവാണ് എന്നിങ്ങനെ കാണിച്ചു കൊടുത്തത് കണ്ടു. ഇതാ സംഭവം. നമ്മളെ ഇത് കാണിച്ചപ്പോൾ മനസ്സിലായി, ഇതേതായാലും നിങ്ങൾ പോലത്തെ ഒരാൾക്ക് ശരിയാകില്ല. പിന്നെ നല്ലത് ഇവിടെയൊക്കെ നല്ല നല്ല കുട്ടികളുണ്ട്, നിങ്ങൾ നമ്മളോടൊന്ന് അന്വേഷിക്കണ്ടേ, എന്തിനാ പോയി പെടാൻ നിൽക്കുന്നത്? ഇത് അവൻ പറയും പോലെ നമുക്ക് തോന്നുക. ഇതിനാണല്ലോ എന്നെ എന്ന് പറയാം. ഇത് എല്ലാരും നിരപരാധിയാ, രണ്ടാൾ നിരപരാധിയാ, ഇതാണല്ലോ എന്നെ. അള്ളാഹു അത്തരം ഒരു കാര്യത്തിന്റെ മറയിൽ പെടുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹിനെ തൊട്ട് കാവലിനെ തുടങ്ങും. ഇത് ഭയങ്കര ഒരു പേടിക്കേണ്ടതാ. ഇനി എന്ത് നന്നായാലും ആ മനസ്സിൽ ബാക്കിയുണ്ടാവും, എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടാവും. മൂന്നാമത്തെ ത്വീറത്തെ ലക്ഷണബോധം. ഒരു ലക്ഷണബോധം എല്ലാവർക്കും ഉണ്ടാവും. അതെ, ലക്ഷണം നോക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവർക്കും ലക്ഷണബോധം ഉണ്ടാവും. ലക്ഷണം നോക്കരുത് എന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്, വലിയ തീസിസ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയൊക്കെ തയ്യാറാക്കി വരുന്ന വഴി വണ്ടിയുടെ മുന്നിലേക്ക് ഒരു കറുത്ത പൂച്ച ചാടിയാൽ ഇന്നത്തെ യാത്ര നാശമല്ലോ എന്ന് അവനും തോന്നും. മനസ്സിലായില്ല നിങ്ങൾക്ക്? ലക്ഷണബോധം ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. ബർട്രാൻഡ് റസ്സലിന്റെ വീട്ടുവാതിലിൽ കുതിരലാടം തറച്ചിരുന്നു എന്നാണ് ചരിത്രം. കാരണം യൂറോപ്പികൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഫ്രണ്ട് വാതിലിൽ തേഞ്ഞ കുതിരലാടം തറച്ചാൽ ഭാഗ്യദേവത കടാക്ഷിക്കും എന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ നാസ്തിക പ്രഭുക്കളിൽ ഒരാളാണ് ബർട്രാൻഡ് റസ്സൽ. അയാളുടെ വീട്ടുവാതിലിൽ പോലും കുതിരലാടം തറച്ചിരുന്നു. പത്രക്കാർ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, എങ്ങാനും ഭാഗ്യം വരികയാണെങ്കിൽ റസ്സലിന്റെ വീട്ടിലായിട്ട് ഒഴിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്നതുപോലെ അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ അസൂയ എന്നാൽ ശ്രദ്ധിക്കുക, തമന്നി സവാലി നിഅമത്തിൽ ഗൈരി ഇല്ലം യഹ്സുൽ ലഹു മിഥ്ലുഹു എന്നാണ്. തമന്നി സവാലി നിഅമത്തിൽ ഗൈർ, വേറൊരാൾക്ക് ലഭിച്ച അനുഗ്രഹം നീങ്ങിപ്പോകാൻ കൊതിക്കുക. വൈല്ലം യഹ്സുൽ ലഹു മിഥ്ലുഹു, അങ്ങനെയൊന്ന് തനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും. ലഭിക്കണമെന്നാണ് കൊടി. ഇനി ബൈ ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവനായിട്ട് ഇന്നേക്കാൾ ഉഷാറാവണ്ട, ഇതാണ് ഹസദ്. ആരും ആരെ പറ്റിയും ഈ പ്രസംഗം കഴിയുന്നവരെ ആലോചിക്കണ്ട. ഓരോരുത്തരും എനിക്കാ സോക്കലുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ഇത് കഴിയുന്നവരെ ഓരോരുത്തരും അങ്ങനെ ആലോചിക്കുക. അള്ളാഹു ഈ രോഗത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഖുർത്തുബി ഈ വ്യാഖ്യാനം പറയുന്നുണ്ട്. ഇബ്നു ഖയ്യിം തന്റെ അൽ-ലൗൽ മുനീറിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ മേൽ ഒരാൾ ദേഷ്യം വെക്കുക. ആ നിഅമത്ത് അതിന്റെ അവകാശക്കായ ആണ് അള്ളാഹു നൽകിയത്. ഒരു നിഅമത്ത് അള്ളാഹു നൽകുക ആർക്കായിരിക്കും? അതിന്റെ അവകാശിക്ക് നൽകൂ. മനസ്സിലാക്കണം കേട്ടോ. ഹബീബായ നബി പറയുന്നുണ്ട്, അള്ളാഹു ഒരാൾക്കൊരു നിഅമത്ത് നൽകിയാൽ അവൻ അർഹതയുള്ള പീരിയഡിൽ മാത്രമേ ആ നിഅമത്ത് അള്ളാഹു അവനിൽ നിലനിർത്തുകയുള്ളൂ. അവൻ അതിന് യോഗ്യനല്ലാതെയാകുന്ന സമയത്ത് അള്ളാഹു അസാലല്ലാഹു തിൽക നിഅമ, ആ നിഅമത്ത് അള്ളാഹു എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കും. അപ്പോൾ ആ പീരിയഡിൽ ഒരിക്കൽ നമ്മൾ അയാളോട് ശത്രുത വെക്കുന്നത് ആരോട് ശത്രുത വെക്കും പോലെയാണ്. അയാൾക്ക് അതിന് എന്തെങ്കിലും യോഗ്യനല്ലാതെ വന്നാൽ ആ പണി ആരെടുക്കും? അള്ളാഹു എടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാള് ഒരു നിഅമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കും,
അതിന് പറ്റുന്ന കാലം അത്രയും. പറ്റാതായാലോ ആ നിഅമത്ത് അല്ലാഹു അയാളിൽ നിന്ന് എടുത്തു കളയും. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസ്റുഉൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഅൗറസ്നാഹാ ഖൗമൻ ആഖരീൻ. സൂറത്തുൽ ദുഖാൻ പറഞ്ഞു എല്ലാ അനുഗ്രഹം ഉണ്ടായിരുന്നു ഫറോവക്ക്, എന്നാൽ അതെടുത്ത് മറ്റൊരു സമൂഹത്തിന് നാം നൽകി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാനൊരു ആയത്ത് കൂടി ഓടിത്തരാം ഖസസിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുൽഇഫു ഫിൽ അർള് വനജഅലഹും അഇമ്മ വനജഅലഹുൽ വാരിസീൻ. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുൽഇഫു ഫിൽ അർള്. അടിച്ചമർത്തപ്പെട്ടവരുടെ മേൽ ഒരു കാലത്ത് ഒരു സമൂഹത്തിനുണ്ടായിരുന്ന അനുഗ്രഹം പിന്നീട് നാം അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ മേൽ നൽകും. വനജഅലഹും അഇമ്മ. അപ്പോൾ അടിച്ചമർത്തിയവരുടെ കയ്യിലായിരുന്നു ഒരു കാലത്ത് എന്തുണ്ടായിരുന്നത്? നിഅമത്ത്. ആ നിഅമത്ത് അവരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആർക്ക് നൽകും? അടിച്ചമർത്തപ്പെട്ട ജനതക്ക് നൽകും. വനജഅലഹും അഇമ്മ. എന്നിട്ട് ഈ കീഴാളന്മാരെ നാം അഇമ്മ, ഇമാമിന്റെ ബഹുവചനം, അഇമ്മ നേതാക്കളാക്കും. വനജഅലഹുൽ വാരിസീൻ. ഈ അനുഗ്രഹങ്ങളുടെ അനന്തരാവകാശികളുമാക്കും. പുതിയ അനുഗ്രഹം ഒന്നും വേണ്ട, എല്ലാ അനുഗ്രഹവും എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അള്ളാഹു വിധിച്ചാൽ മതി. അള്ളാഹു നൽകട്ടെ. ഉറക്കെ പറ, അള്ളാഹു നൽകട്ടെ. അപ്പോൾ ചിന്തിക്കുക. അപ്പോൾ മഹ്സൂദ് സത്യത്തിൽ ആരുടെ ശത്രുവാ? അള്ളാഹുവിന്റെ ശത്രുവാ. ഒരേ ആൾ അവകാശപ്പെട്ട പീരിയഡിൽ മാത്രമേ ആ അനുഗ്രഹം അള്ളാഹു അയാളുടെ കയ്യിൽ നിലനിർത്തുകയുള്ളൂ. അള്ളാഹു നമുക്ക് നൽകട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ഉപകാരമില്ലാത്ത ഒരാൾക്ക് അള്ളാഹു വലിയ പണം കൊടുക്കുന്നു, അതും ഒരു ഉപകാരമാണ്. വേറുള്ളവർക്ക് ഇബ്രത്താണ്. വേറുള്ളവർക്ക് ഇബ്രത്ത് ഉണ്ടാകും. ഒരു ലുബ്ധനായ നാട്ടിനെ കുറിച്ച് ഇന്നലെ എനിക്കൊരു ഇബ്രത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വലിയ പണക്കാരനായ ഒരാൾ ഒരു വലിയ അനുഗ്രഹമുള്ള ഒരാള് ഒരത്യാവശ്യം ഒരാൾക്കൊരു ക്യാൻസറിന്റെ കാര്യം പറഞ്ഞു തന്നപ്പോ 20 ഉറുപ്പിക എടുത്തു കൊടുത്ത ഒരു കഥ എന്നോട് ഒരാൾ പറഞ്ഞു. അയാൾക്ക് മന്ത്ലി ഒരു 3-4 ലക്ഷം രൂപ അയാളുടെ വിറ്റുവരുമാനങ്ങൾ തന്നെ, വസ്തുക്കളുടെ വിറ്റുവരുമാനം തന്നെ ഒരു 3-4 ലക്ഷം ഉറുപ്പിയുള്ള ഒരു ധനാഢ്യൻ ഒരാൾക്ക് ക്യാൻസർ ആണ്, ആശുപത്രി കൊണ്ടുപോകാൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 20 ഉറുപ്പിക കൊടുത്തു. നമ്മൾ ചിന്തിക്കും ഈ മനുഷ്യന് പൈസ കിട്ടിയിട്ട് എന്താ കാര്യം? അതൊരു ഇബ്രത്താണ്, വേറുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടിയാ. ഇതിൽ നിന്ന് ആയിരക്കണക്കായ മനുഷ്യന്മാർക്ക് എന്തുണ്ടാവും? സ്വതക്ക പോലെ ഉണ്ടാവും. നാട്ടിൽ ഒരു പണിയെടുക്കാതെ 10 പൈസ ഇല്ലാതെ നടക്കുന്ന ഒരാളുണ്ടാവും. അയാളെ പറ്റി നമ്മൾ പറയും എന്താണ് എന്റെ ജന്മം കൊണ്ടൊക്കെ കാര്യം. സത്യത്തിൽ നാട്ടിലെ ഏറ്റവും വലിയ ഉപകാരി അയാളാണ്. എന്തുകൊണ്ട്? എന്താ അയാൾ ചെയ്ത ഉപകാരം? അയാൾ ആ നാട്ടിലുള്ള ആയിരക്കണക്കായ മനുഷ്യരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇവനെ പോലെ ആയാൽ നമ്മളും തെണ്ടും. മനസ്സിലായില്ല? അതിനൊരാൾ വേണ്ടേ? മനസ്സിലായില്ല നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ പറയും ഇപ്പോൾ നീ നിന്റെ ഭാര്യക്ക് മാത്രം നീ ഭക്ഷണം കൊടുത്തത്. സത്യത്തിൽ ആ നാട്ടിലെ എല്ലാ ഭാര്യമാർക്കും ഭക്ഷണം കൊടുത്തത് ഇയാളാണ്. അതിന് ഇയാൾ സബബായിട്ടുണ്ട്. കാരണം മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ഒരു പണിയെടുക്കില്ല, 10 പൈസയും കയ്യിലില്ല. ആരെങ്കിലും ചായ കുടിക്കുകയാണെങ്കിൽ അവിടെ പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചെരിയിലേക്ക് നോക്കും. അപ്പൊ അന്നൊരു ചായ അവനും കൊടുക്കുന്ന ലാസ്റ്റ് പറയും എന്താ മമ്മടെ ഒരു ചോദ്യം ചോദിക്കും. മമ്മദ് എന്നുള്ളൊരു എക്സാമ്പിൾ. ഞാൻ ആരെങ്കിലും മമ്മദ് ഉണ്ടെങ്കിൽ ബേജാറാവണ്ട. അപ്പൊ ഈ ആള് സത്യത്തിൽ വേറുള്ളവരെ ചിന്തിപ്പിക്കുന്നില്ലേ? അല്ലാഹു റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ. ഇവിടെ ഒന്നിനെയും അള്ളാഹു വെറുതെ പടച്ചിട്ടേ ഇല്ല. എന്തൊരു ഉപകാരം! നഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ആയാതിൽ ഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا. വളരെ ചിന്തിക്കണം. ഏതൊരു മനുഷ്യനും അയാളെ വലിയൊരു ഉപകാരിയാണ്. ഈ പറഞ്ഞ ഒരു പണിയെടുക്കാതെ നടക്കുന്ന ഒരാൾ വലിയ ഉപകാരിയാണ്. അയാളിലും ഒരു പാഠമുണ്ട്. നമ്മൾ ചിന്തിക്കണം. നീ അയാളെ പോലെ ആകാൻ വേണ്ടി മത്സരിക്കൊന്നും വേണ്ട, ചിന്തിക്കണം. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അതതിന്റെ പീരിയഡിൽ മാത്രമാണ് അവൻ അല്ലാഹു തആല അനുഗ്രഹം നൽകുക. ഒരനുഗ്രഹം അല്ലാഹു ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിന് അർഹനായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. നോക്കൂ, സൂറത്തുൻ നിസാ 53-54 അം ലഹും നസീബും മിനൽ മുൽക്ക് ഫഇദൻ ലാ യൂതൂന അന്നാസ നഖീറാ അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ വആതൈനാഹും മുൽക്കൻ അളീമാ. സൂറത്തുൻ നിസാ 53-54 എന്താ പറയുന്നതെന്നറിയോ? അം ലഹും നസീബം മിനൽ മുൽക്കി, അള്ളാന്റെ അധികാരത്തിൽ ഇവർക്കെങ്ങാനും വല്ല അംശവും ഉണ്ടായിരുന്നുവെങ്കിൽ ഫൈദൻ ലാ യൂതൂന അന്നാസ നഖീറ, ഇവർ ഒരു അണു അളവ് പോലും ആർക്കും കൊടുക്കുമായിരുന്നില്ല. കാരണം ഇവരൊക്കെ ആരാണ്? അസൂയാലുക്കളാണ്. മനസ്സിലായില്ല? അല്ലാഹു ലാ ശരീക ലക്, അള്ളാഹ്ക്ക് പങ്കുകാരൊന്നും ഇല്ല. പങ്കുകാരുണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ കുടുങ്ങും. കാരണം പങ്കുകാർക്കൊക്കെ എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. അള്ളാഹുവിന് അസൂയയില്ല. ശ്രദ്ധിക്കുക, എന്നാൽ ഈത്തപ്പനയുടെ വിത്തിന്റെ മുകളിലുള്ള ആ ഒരു ചാലിന്റെ അത്രയാണ് എന്ത് പറയാ? നഖീർ എന്ന് പറയും. ഒരർത്ഥം മിഥിലദ്ദറ, ഒരു നിസ്സാരമായ അണുവിന്റെ അളവ്, അതുപോലും അവർ ആർക്കും കൊടുക്കില്ല. എന്തുകൊണ്ട്? അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അവർക്ക് അള്ളാന്റെ അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അവരാർക്കും കൊടുക്കുമായിരുന്നില്ല. എങ്കിൽ അള്ളാഹ് കൊടുത്തതിന്റെ പേരിൽ ഇപ്പോൾ അവർ അസൂയ വെക്കുന്നുവോ എന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. പുണ്യനബി പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ, അസൂയയെ എല്ലാവരും പേടിക്കണം. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബാ. ഞാൻ അതിന്റെ തത്വശാസ്ത്രം നിങ്ങളോട് ഇവിടെ വളരെ ഹ്രസ്വമായി പറഞ്ഞിട്ടുണ്ട്. അസൂയ മനുഷ്യന്റെ നന്മയെ തിന്നു തീർക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏതുപോലെ അഗ്നി വിറകിനെ തിന്നു തീർക്കും പോലെ. എന്തുകൊണ്ട്? അസൂയാലു ആരുടെ ശത്രുവാണ്? ആരുടെ ശത്രുവാണ്? അള്ളാഹുവിന്റെ. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ ശത്രുവിന്റെ എന്റെ അമലാണ് സ്വീകാര്യോഗ്യമാവുക. ആ അമൽ ആ അസൂയയിൽ നീറിപ്പുകർഞ്ഞു തീർന്നു. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ചിന്തിക്ക്. ഞാനതിന്റെ തത്വശാസ്ത്രം പറഞ്ഞു. അസൂയാലും ആരുടെ ശത്രുവാ? കാരണം അള്ളാഹു ഒരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിലാണ് ഇവൻ അയാളോട് ശത്രുത വെച്ചത്. അപ്പോൾ ശത്രു യഥാർത്ഥത്തിൽ ആരാ? അള്ളാഹുവാ. അള്ളാഹുവോട് ഒരാൾ ശത്രുത വെച്ചിട്ട് അയാൾ അസൂയയും വെച്ചാൽ ഈ അസൂയയുടെ അഗ്നിയിൽ ആ അമൽ നീറിപ്പുകഞ്ഞു തീരും. ആരടുത്തേക്ക് എത്തൂല്ല? അള്ളാഹുവിന്റെ അടുത്തേക്ക്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് പറഞ്ഞത്? ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബാ. അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ അസൂയ മനുഷ്യന്റെ നന്മകളെ തിന്നുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓടിച്ചു പറയാം, ഒരുപാട് കാര്യം പറയാനുണ്ട്. ഒന്ന്, അവ്വലുറംബിൻ, നിങ്ങൾ കണ്ടില്ലേ ആ സൂറത്തുൽ ഫലഖ്? ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ അഭയം തേടാൻ 2 അധ്യായമാണ്. ഏത് 2 അധ്യായം? സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ അധ്യായത്തിന്റെ പ്രത്യേകത, ഖുർആനിൽ കൂടിച്ചേർന്ന് വന്ന 2 അധ്യായം ഇത് മാത്രമേ ഉള്ളൂ. ഫലഖും നാസും സംഖ്യനാമവും ഇതിനുമേ ഉള്ളൂ. മുഅവ്വിദതൈൻ, അഭയപ്രാർത്ഥനയുടെ അധ്യായങ്ങൾ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ? 5, 6, ആദ്യത്തേതിൽ 5, ഫലഖിൽ 5, നാസിൽ 6, 11 ആയത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മാരണം സിഹർ ചെയ്ത ലബീദ് ഇബ്നുൽ ആസം എന്ന തമ്മാടി ആ സിഹറിന് വേണ്ടി 11 ജപക്കെട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. ആ 11 ജപക്കെട്ടുകളെ പൊട്ടിക്കാൻ വേണ്ടിയാണ് സയ്യിദുനാ ജിബ്രീൽ ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. 5, 6, 11, ഫലഖിൽ 5, നാസിൽ 6. നോക്കൂ നിങ്ങൾ, അഭയപ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അധ്യായം. ആദ്യകാലത്തെ അഭയപ്രാർത്ഥനയ്ക്ക് വേണ്ടി പുണ്യനബി പറഞ്ഞിരുന്നത് അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന വാക്കായിരുന്നു. പിന്നീട് അഭയപ്രാർത്ഥനയുടെ അധ്യായങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ അത് പറയാൻ തുടങ്ങി. എപ്പോഴും
വൈകുന്നേരം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടാളെയും അരികിൽ വിളിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയും എന്നിട്ട് ഈ സൂറത്ത് ഓടിയിട്ട് അവരെ മൂർത്താവിലൂടെ മന്ത്രിച്ചു കൊടുക്കും. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം ഈ അധ്യായത്തിൽ മനുഷ്യന്റെ ദുർഗുണങ്ങളിൽ ഒന്നിനെ മാത്രമേ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുള്ളൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വലബ് റിയാ. പിന്നെ പല ജാതി ദുർഗുണങ്ങളും മനുഷ്യനുണ്ട്, അതൊന്നും പറഞ്ഞില്ല. എന്തുമാത്രം പറഞ്ഞത്? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അല്ലാഹു അസൂയയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അസൂയയെ അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? അവ്വലു ദംബിൻ ഉസിയ ബിഹി ഫിസ്സമാ അവ്വലു ദംബിൻ ഉസിയ ബിഹി ഫിൽ അർളി. ആകാശത്ത് നടന്ന ആദ്യത്തെ കുറ്റത്തിന്റെ കാരണം അസൂയ. ഭൂമിയിൽ നടന്ന ആദ്യത്തെ കുറ്റത്തിന്റെ കാരണവും അസൂയ. ചിന്തിക്കണം. അവ്വലു ദംബിൻ ഉസിയ ബിഹി ഫിസ്സമായി. ആകാശത്ത് നടന്ന ആദ്യത്തെ കുറ്റത്തിന്റെ കാരണം അസൂയ. ആരോട്? സയ്യിദുനാ ആദമിനോട് അലൈഹിസ്സലാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതാ എന്താ ഉണ്ട്? വൈദു ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിലേക്ക് പ്രതിനിധിയെ പടച്ചു സയ്യിദുനാ ആദമിനെ. പിന്നെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു തആല വലിയ വിജ്ഞാനം കൊടുത്തു സയ്യിദുനാ ആദമിന് അലൈഹിസ്സലാം. വിജ്ഞാനം എപ്പോഴും അസൂയയുടെ ഒരു മഹ്ഖദാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എല്ലാ കാലത്തും ആദ്യം അസൂയയുണ്ടായത് ആരോടാണ്? ഏറ്റവും കൂടുതൽ അസൂയ വരാവുന്ന കാര്യം എന്താണ്? ഇൽമാണ്. ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്ന സമൂഹം ഇൽമുള്ളവരാണ്. അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാവുക ആലിമീങ്ങൾക്കാണ്. അതിനും കാരണമുണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. എല്ലാവരും അങ്ങനെയാണെന്നാ പറഞ്ഞ അർത്ഥമല്ല. അല്ലാഹു അതിൽ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അങ്ങനെയാ ആദ്യമായ അസൂയ. എന്തുകൊണ്ട്? ഇബ്ലീസും ആരാണ്? ആലിമാണ്. പുറത്ത് പറയണ്ട. ഇബ്ലീസും ആരാണ്? ആലിമാണ്. ആലിമിന് അലമിനോടുണ്ടായതാ. ആലിമിന് ആലിമാണ് ഇബ്ലീസ്. അവനും അസൂയ ഉണ്ടായി. അലമായ ആരോട്? അതിനേക്കാൾ ആലിമായ ആരോട്? അതാണ് ആദ്യം ഉണ്ടായത്. ആലിമ്യങ്ങൾക്കിടയിലാണ് ആദ്യമായിട്ട് അസൂയ ഉണ്ടായത്. അവർ തന്നെയാണ് ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഒരു കാലഘട്ടം വരും ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ആ സമൂഹത്തിലെ പണ്ഡിതന്മാരായിരിക്കുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ് എങ്കിൽ എനിക്ക് പേടിക്കേണ്ടിയിരുന്നു. ഇതെനിക്ക് പേടിക്കേണ്ടതില്ല. ഇത് മുസ്തഫ നബി പറഞ്ഞതാ. ഇതെല്ലാവർക്കും അറിയുന്ന ഹദീസുമാണ്. അതുകൊണ്ട് ആർക്കും എന്നെ വരക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ വാസ്തവമാണ്. ഉലമാവും ഒരു ജനത വരും. ആ ജനതയിലെ ആലിമീങ്ങൾ മിൻഹും തഖ്റുജുൽ ഫിത്ന. അവരുടെ ഇടയിൽ ഫിത്നയുണ്ടാവും. ഫീഹിം തഊദ്. അവരിലേക്ക് മടങ്ങും. ഫിത്ന അവരെന്നെ ഇടയിലുണ്ടാവുക. കാരണം അവർക്കിടയിൽ എന്തുണ്ടാവും? അൽ ഹസദു വൽ ബഗയു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് അവ്വലു ദംബിൻ ഉസിയ ബിഹി ഫിസ്സമായി. എന്തിന് അവ്വലു ദംബിൻ ഉസിയ ബിഹി അലല്ലാഹ്? അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ അല്ലാഹുവിനോട് എതിരായി ഒന്നും ഉണ്ടായിട്ടില്ല. അവ്വലു ദംബിൻ ഉസിയ ബിഹി അലല്ലാഹ്. അല്ലാഹുക്കെതിരെ ആദ്യമായി ഉണ്ടായ സൃഷ്ടികളുടെ കുറ്റത്തിന്റെ കാരണം അസൂയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുക്കെതിരെ അതിനു മുമ്പ് അല്ലാഹുക്ക് ഇബാദത്തല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല. അല്ലാഹുക്കെതിരെ സൃഷ്ടികളിൽ നിന്നുണ്ടായ ആദ്യത്തെ അല്ലാഹ് എതിരായ അസൂയാന്റെ കാരണം അസൂയ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനിയോ ഭൂമിയിലെ ആദ്യത്തെ കുറ്റത്തിന്റെ കാരണവും അസൂയ. ഇന്നുള്ള കൊലപാതകത്തിന്റെ കാരണവും അസൂയ. ഇന്നത്തെ കൊലപാതകത്തിൽ ഒരളവുണ്ടായിരിക്കും കാബീലിന്.
മാ മിൻ മഖ്തൂലിൻ യുഖ്തലു ളുൽമൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലും മിൻ ദമിഹി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലോകത്ത് എവിടെയും അക്രമത്തിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അംശം കുറ്റം ഇന്നും ആര് വഹിക്കേണ്ടി വരും? ഖാബീൽ. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കണം. മാമിൻ മഖ്തൂലിൻ, ഏതൊരു കൊലപാതകവും നടക്കുന്നില്ല. യുഖ്തലുൽ ഉൽമാ, അക്രമത്തിൽ ഒരു കൊലപാതകവും നടക്കുന്നില്ല. ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലും മിൻ ദമിഹി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു സത്യം പറയാനും അത് പ്രചരിപ്പിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഒന്നാമതായി നമ്മെ ഇത്തരം ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. പഠിച്ചവൻ അത്തരം ദോഷത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അത്തരം സമൂഹത്തെ തൊട്ടും അല്ലാഹു നമ്മെ കാക്കട്ടെ. നമ്മളെ അല്ലാഹു ഈ റമദാനിന്റെ വെളുപ്പ് കൊണ്ട് അല്ലാഹു നമ്മെ ശുദ്ധീകരിക്കട്ടെ. നോക്കൂ നിങ്ങൾ, മാ മിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലും മിൻ ദമിഹി. ലോകത്ത് എവിടെ ഒരു കൊല നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരളവ്, രക്തത്തിന്റെ ഒരളവ് ആരനുഭവിക്കണം? ഖബീൽ. എന്തുകൊണ്ട്? ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല ബിഹസദി അഖി. സ്വന്തം സഹോദരനോടുള്ള അസൂയ കാരണം കൊലപാതകം എന്നത് ലോക ചരിത്രത്തിൽ കൊണ്ടുവന്നത് ഖാബീല. അതിന് ഖാബീലിനെ കുഴിച്ചിടാൻ ഖാബീലിന് കഴിഞ്ഞില്ല, എന്നാൽ കൊല്ലാൻ കഴിഞ്ഞു. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? കൊല്ലാൻ ഖാബീലിന് കഴിഞ്ഞു, എന്തിനു കഴിഞ്ഞില്ല? കുഴിച്ചിടാൻ കഴിഞ്ഞില്ല. ഞാൻ ഇത് ഇങ്ങനെ ആലോചിച്ചു, എന്താ റബ്ബേ അങ്ങനെ കൊല്ലാൻ കഴിഞ്ഞിട്ട് എന്റെ കുഴിച്ചിടാൻ കഴിയാതിരുന്നു, പിന്നെ എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു? പരതി നോക്കി, അപ്പോൾ പിടുത്തം കിട്ടി. എന്ത് ചെയ്തു? ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വന്നു ഖാബീലിന്റെ മുന്നിൽ. എന്നിട്ടൊരു ജന്തുവിനെ അറത്ത് കാണിച്ചു കൊടുത്തു ഇബ്ലീസ്. ഇബ്ലീസിനെ പിൻപറ്റി ഖാബീൽ. കത്തി കൊണ്ട് സ്വന്തം അനുജനെ അറത്തു ഇബ്ലീസ്. ആരെ? ഖാബീൽ. മനസ്സിലായില്ല? എന്നാൽ കുഴിച്ചിടൽ അള്ളാഹുവിന്റെ കൽപ്പനയാ, അതിലാര് സഹായിക്കൂല? ഇബ്ലീസ്. മനസ്സിലായില്ല? വളരെ ചിന്തിക്കണം. ഞാൻ വളരെ ആലോചിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അസൂയെ പറ്റി ചർച്ച ചെയ്തപ്പോ. കുഴിച്ചിടാൻ വേണ്ടി അള്ളാഹു തആല കാക്കയെ അയച്ചു എന്ന ആയത്ത് കാണുന്നുണ്ട്. എങ്കിൽ ഇയാൾക്ക് കൊല്ലാൻ എങ്ങനെ കഴിഞ്ഞു? കൊല്ലൽ എന്ന പരിപാടി അതിനു മുമ്പ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇയാൾക്ക് കൊല്ലാൻ കഴിഞ്ഞു? കൊല്ലാൻ കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ കുഴിച്ചിടാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ആലോചിച്ചു. പിടുത്തം കിട്ടി. ഹബീബായ റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്ലീസ് വന്നു. ഇബ്ലീസ് ഒരു മൃഗത്തിനെ അറുത്ത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ചെയ്തോ എന്നും പറഞ്ഞു. അപ്പോൾ സ്വന്തം അനുജനെ പിടിച്ചിട്ട് അങ്ങനെ അറുത്തു. ആര്? ഖാബീൽ. എന്നാൽ കുഴിച്ചിടാൻ സഹായിച്ചില്ല. എന്തുകൊണ്ട്? സംസ്കരിക്കുക എന്നത് ഇക്റാമാകുന്നു, ആദരവാണ്. അല്ലാഹു മനുഷ്യൻ നൽകിയ ആദരവാണ്. എന്ത്? അവനെ കുഴിച്ചിടുക, സംസ്കരിക്കുക. ആ ഇക്റാമിന് ആര് കൂട്ടുകൂടില്ല? ഇബ്ലീസ്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹു തആല ആദരവ് നൽകി. തുലു അലൈഹിം നബാ ബനി ആദം ബിൽ ഹഖ് إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. ഖാബീലിനും ഹാബീലിനും ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ ഭാര്യയിലുണ്ടായ പ്രസവങ്ങളിൽ ഒരു പ്രസവത്തിൽ ഒരാണും പെണ്ണും ജനിക്കും. അങ്ങനെയായിരുന്നു പതിവ്. അടുത്ത പ്രസവത്തിൽ ഒരാണും പെണ്ണും. ഒരു പ്രസവത്തിലെ പെണ്ണിനെ അടുത്ത പ്രസവത്തിലെ ആണിനോടും, ഈ പ്രസവത്തിലെ ആണിനെ അടുത്ത പ്രസവത്തിലെ പെണ്ണിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച് നിലനിർത്തുക എന്നായിരുന്നു അന്ന് ശരീഅത്തിന്റെ രീതി. എന്നാൽ ഹാബീലിന്റെ പെങ്ങൾ വിരൂപിയായിരുന്നു. ഖാബീലിന്റെ പെങ്ങൾ സുന്ദരിയുമായിരുന്നു. ഖാബീലിന്റെ പെങ്ങളെ കിട്ടേണ്ടത് ഹാബീലിനും, ഹാബീലിന്റെ പെങ്ങളെ കിട്ടേണ്ടത് ഖാബീലിനുമായിരുന്നു. അപ്പോൾ ഖാബീൽ പറഞ്ഞു, എന്റെ കൂടെ പിറന്നവളെ കൊണ്ട് അഹക്ക് ഞാനാണ്, നിന്റെ വിരൂപിയെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ആര്? ഖാബീൽ. അവർക്കിടയിൽ നന്മ ഉപദേശിച്ചു സയ്യിദുന ആദം. പക്ഷെ ഖാബീൽ വഴിപ്പെട്ടില്ല. അവസാനം ഒരു നേർച്ച സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ നേർച്ച അല്ലാഹു തആല ഹാബീലിന്റേത് സ്വീകരിച്ചു, ഖാബീലിന്റേത് സ്വീകരിച്ചില്ല. അപ്പോൾ ഖാബീൽ പറഞ്ഞു, ലാ അഖ്തുലന്നക, എടാ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു.
കാബീൽ ആരോട്? കാബീൽ ആരോട്? അപ്പോൾ തിരിച്ച് ശ്രദ്ധിക്കുക, ഒരു അസൂയാലും നമുക്കെതിരെ ഒരു തിന്മക്ക് മെനക്കെടുമ്പോൾ തിരിച്ചൊരു തിന്മക്ക് മെനക്കെടാൻ പാടില്ലെന്നാണ് ഒന്നാമത്തെ പാഠം. ഖാല ലൈൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസുത്തിൻ യദിയ ഇലൈക ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ലൈൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി നീ ഇങ്ങോട്ട് കൈനീട്ടിയാലും മാ അന ബാസിത്തിൻ യദിയ ലിയഖ്തുലക, നിന്നെ കൊല്ലാൻ വേണ്ടി ഒരിക്കലും ഞാൻ കൈനീട്ടുകയില്ല. എന്തുകൊണ്ട്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിന അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى عجزت أن أكون مثل هذا الغراب فواري سوءة أخي فأصبح من النادمين. സൂറത്തുൽ മാഇദ 27, 28, 29, 30, 31 വചനങ്ങൾ. മാഇദ ആ ഭാഗമൊന്ന് പരിശോധിക്കുക. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരെ? കാബീൽ ഹാബീലിനോട്. നീ എന്നെ കൊല്ലാൻ കൈനീട്ടിയാലും ഞാൻ നിന്നെ തിരിച്ചു കൈനീട്ടുകയില്ലെന്ന് പറഞ്ഞു. ആര്? ഹാബീൽ റളിയല്ലാഹു അൻ, മഹാനായ സയ്യിദുനാ ഹാബീൽ റളിയല്ലാഹു അൻ. ഞാൻ പറയട്ടെ നിങ്ങളോടൊരു സ്വകാര്യം ഇടക്ക്. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം, ഈ സംഭവം നടന്നത് ഇന്ത്യയിലാണ്. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം, ഈ സംഭവം നടന്നത് രാമേശ്വരത്താണ്. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം, ആദ്യത്തെ കൊലപാതകം നടന്നത് ഇന്ത്യയിലാണ്. ഒരഭിപ്രായം, പ്രധാനപ്പെട്ട ഒരഭിപ്രായം. ആരും മുഖം ചുളിച്ചിന്റെ മുഖത്തേക്ക് നോക്കണ്ട, ചരിത്രം ഉദ്ധരിക്കുക മാത്രമാണ് ഞാൻ. പ്രധാനപ്പെട്ട ഒരഭിപ്രായം, കാബീൽ ഹാബീലിനെ കൊന്നിട്ടുള്ളത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ, രാമേശ്വരത്താണ്. പ്രധാനപ്പെട്ട ഒരഭിപ്രായം. അങ്ങനെയാണ്. മാത്രമല്ല, ഇന്ത്യ ആദൻ നബിയുടെയും മക്കളുടെയും മണ്ണായിരുന്നു അലൈഹിസ്സലാം. ഇന്ത്യയിൽ നടന്നു പോയി 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ആദം. ഇന്ത്യയിൽ നടന്നുപോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 40 ഹജ്ജിന് പോയാൽ 39 ഹജ്ജ് കഴിഞ്ഞപ്പോഴും ഇന്ത്യക്ക് വരണമല്ലോ. അപ്പൊ കുടുംബം എവിടെ ആയിരിക്കും? അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും, ഒരു ചരിത്രകാരന്റെ അഭിപ്രായം ഞാൻ കണ്ടു, ഞാൻ സാന്ദർഭികമായി പറയാം. ലോകത്തെ ഏറ്റവും മേത്തരം ഊദുള്ളത്, ത്വയ്യിബിന്റെ ഊദുള്ളത് ഇന്ത്യയിലാണ്. ആദം നബി അലൈഹി സ്വലാം പാർത്ത് സ്ഥിരമായി വന്ന വഴിയിലാണ് അത്ര ഊദുണ്ടായിട്ടുള്ളത്. ഒരഭിപ്രായം. ലോകത്തെ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ, ലോകത്തെ മേത്തരം ഊദ് ഇന്ത്യയിലാകുന്നു. ഇന്ത്യയിൽ മേത്തരം ഊദുണ്ടാവാനുള്ള കാരണം ആ ഭാഗങ്ങളിൽ ആദം നബി അലൈഹിസ്സലാം വസിച്ചിരുന്നു എന്നതായിരുന്നു ഒരു ചരിത്രകാരന്റെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. ആവാം. ഏതായാലും ഈ സംഭവം നടന്നത് ഇന്ത്യയിലാണെന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. ഞാൻ എന്നെ കൊല്ലില്ല എന്ന് പറഞ്ഞിട്ടും കാബീലിനോട് കാബീലിന്റെ മനസ്സ് പറഞ്ഞു, നീ കൊല്ല്. ഫഖതലഹു, അങ്ങനെ കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അങ്ങനെ ഏറ്റവും വലിയ പരാജിതനായി കാബീൽ. ഫബഅസല്ലാഹു റാബ, ഒരഭിപ്രായം പറയുന്നു, ശ്രദ്ധിക്ക്. അപ്പോഴത്തേന് ഇയാൾക്ക് ഖേദം കൊണ്ടുപോയി, കൊന്നു കഴിഞ്ഞു, പിന്നെ ഖേദം വന്നു. ഒരഭിപ്രായം തോളിലേറ്റി, ഈ അനുജനെയും തോളിലേറ്റി ഒരുപാട് കാലം നടന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെയാണ് അല്ലാഹു തആല കാക്കയെ അയക്കുന്നത്. ഹാഫിള് ഇബ്നു കസീർ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളെ കുറിച്ച് ഒരു തഫ്സീർ, മക്കസ യഹ്മിലു അഖാഹു അലാ ആതിഖിഹി, പെരടിയിൽ ചുമന്നുകൊണ്ട് നടന്നു. ആരെ? അനുജന്റെ ജഡം. ഹത്താ ബഅസല്ലാഹു റാബാ, ഇബ്നു കസീർ പറയുന്നുണ്ട്. വളരെ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ ലോകത്തെ, ഇന്ത്യയിൽ, ലോകത്തെ ഭൂമിയിൽ നടന്ന ആദ്യത്തെ തിന്മയുടെ കാരണം അത് അസൂയയാണ് എന്ന് വളരെ സുവിദിനമായ കാര്യം, ചിത്രം ഹബീബായ റസൂലുള്ളാഹി. ഒരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, അസൂയ മൂത്താൽ അതുകൊണ്ട് എന്തു വരും?
പിന്നെ ഇതിനൊരു കാരണം